സത്യത്തിൽ ഈ ലോകകപ്പിലെ താരം കേപ്പ് വെർദെയാണ്. അവരാണ് ഈ ലോകകപ്പ് അവരുടെ പേരിൽ എഴുതി കൊടുത്താൽ പോലും ഒരു തെറ്റുമില്ല. കാരണം തുടർച്ചയായ രണ്ടാം മത്സരത്തിലും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് കേപ്പ് വെർദെയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. സ്പെയിനിന് പിന്നാലെ മറ്റൊരു ലോക ചാമ്പ്യന്മാരെ, മുൻ ലോക ചാമ്പ്യന്മാരെ കൂടി അവർ സമനിലയിൽ തളച്ചിരിക്കുകയാണ്. യുറുഗ്വേയാണ് 2-2 എന്ന സ്കോറിൽ തളച്ചിട്ടത്. 21-ാം മിനിറ്റിൽ തന്നെ ആദ്യം മുന്നിലെത്തിയത് കേപ്പ് വെർദെയാണ്. പിനോയുടെ ഗോളിലൂടെ. അത് അവരുടെ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളാണ്. കഴിഞ്ഞ മത്സരത്തിൽ അവർ സ്പെയിനെ പ്രതിരോധ കോട്ട കെട്ടി 0-0 എന്ന സ്കോറിൽ പിടിച്ചു നിർത്തിയെങ്കിൽ ഇത്തവണ അവർ അവരുടെ ചരിത്രത്തിലെ ആദ്യ ഗോൾ നേടുന്നു. അതിനുശേഷം 2 ഗോൾ തിരിച്ചടിക്കുകയാണ് ഉറുഗ്വേ. തുടരെ 2 ഗോൾ അടിച്ച് യുറുഗ്വേ ശക്തമായി തിരിച്ചു വരുന്നു. എന്നാൽ 61-ാം മിനിറ്റിൽ 1 ഗോൾ കൂടി മടക്കിക്കൊണ്ട് കേപ്പ് വെർദെ അങ്ങനെ അവരുടെ രണ്ടാം മത്സരത്തിലും സമനില പിടിച്ച് അവരുടെ പോയിന്റ് പട്ടികയിൽ രണ്ടാമതൊരു പോയിന്റ് കൂടി എഴുതി ചേർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കേപ്പ് വെർദെയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ലോകകപ്പ് കന്നിക്കാരായി എത്തി. ഈ ലോകകപ്പ് അവർ അവരുടേതാക്കി മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ആവേശകരമായ ഒരു പോരാട്ടം കൂടി അവർക്ക് ബാക്കിയുണ്ട്. അതിൽ കൂടി ജയിക്കുകയാണെങ്കിൽ അവർക്ക് ആദ്യമായി നോക്കൌട്ടിലേക്ക് മുന്നേറാമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ചരിത്ര ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഈജിപ്ത്. അവരുടെ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം. 4ാം ലോകകപ്പാണ് ഈജിപ്തിന്. പക്ഷേ ഇതുവരെ വെച്ചതിൽ ആദ്യമായി അവർക്ക് അങ്ങനെ ഒരു ജയം സ്വന്തമാക്കിയിരിക്കുന്നു. അതും ഒരു ആവേശകരമായ മത്സരമായിരുന്നു. പിന്നിൽ നിന്ന് പൊരുതി കയറി 1-3 ഗോളിനാണ് ന്യൂസിലാൻഡിനെ ഈജിപ്ത് തോൽപ്പിച്ചത്. അവർക്ക് തുടക്കത്തിൽ തന്നെ ഗോൾ വഴങ്ങേണ്ടി വന്നു. അതിനുശേഷം ശക്തമായി തിരിച്ചു വന്ന ആദ്യം മുസ്തഫ സീക്കോയാണ് 58-ാം മിനിറ്റിൽ ഗോളടിച്ചത്. അതിനുശേഷം അവരുടെ പ്രധാനപ്പെട്ട താരം, അവരുടെ ഇതിഹാസ താരം മുഹമ്മദ് സലാ ഗോളടിക്കുന്നു 67-ാം മിനിറ്റിൽ. ഒടുവിൽ 82-ാം മിനിറ്റിൽ ട്രൊസേഗെ കൂടി ഗോളടിക്കുന്നതോടുകൂടി 3 എന്ന് പറയുന്ന സ്കോറിൽ അവരുടെ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം സ്വന്തമാക്കുകയാണ് ഈജിപ്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.